പ്രത്യാശയുടെ ക്രൂശിൽ എന്ന ഈ തപസ്സുകാല എപ്പിസോഡിലൂടെ ദൈവാനുഭവത്തിനായി ദാഹിക്കുന്ന നിങ്ങളേവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, എല്ലാ വർഷവും നാം തപസ്സുകാലം ആചരിക്കുന്ന പതിവുണ്ടല്ലോ. എന്നാൽ ഈ വർഷ തപസ്സുകാല ആചരണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇത് ജൂബിലി വർഷമാണ്. ജൂബിലി വർഷത്തിൽ തിരുസഭ നമ്മോട് ആവശ്യപ്പെടുന്നത് പ്രത്യാശ എന്ന പുണ്യത്തിൽ വളരുവാൻ വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ ഈ തപസ് കാലത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് പരിശ്രമിക്കേണ്ടതും ഈ പ്രത്യാശ എന്ന പുണ്യത്തിൽ വളരാണ്. എന്താണ് പ്രത്യാശ? പ്രത്യാശ ഒരു ദൈവീക പുണ്യമാണ്. നമുക്കറിയാം 3 ദൈവീക പുണ്യങ്ങളാണുള്ളത്: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഈ പുണ്യം എന്ന വാക്ക് വരുന്നത് ലാറ്റിൻ പദം വിർത്തൂസ് എന്ന പദത്തിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം കറേജ്, അതായത് ബലം അല്ലെങ്കിൽ കരുത്ത് എന്നാണ്. അങ്ങനെയെങ്കിൽ പുണ്യം എന്ന് പറയുന്നത് അതൊരു കരുത്താണ് അല്ലെങ്കിൽ ഒരു ബലമാണ്. അങ്ങനെയെങ്കിൽ പ്രത്യാശ എന്ന പുണ്യവും ഒരു കരുത്താണ് അല്ലെങ്കിൽ അതൊരു ബലമാണ്. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു കരുത്ത് അല്ലെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു ബലം. അത് ഒരു ശീലമോ അല്ലെങ്കിൽ ഒരു സ്വഭാവ സവിശേഷതയല്ല. മനഃശാസ്ത്രജ്ഞന്മാർ സാധാരണ പറയുന്നത് 21 ദിവസം നമ്മൾ ഒരു ശീലം തുടർന്ന് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുമെന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ സാധിക്കുന്ന ഒന്നല്ല ഈ പുണ്യം. ഇത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സൗജന്യമായ ഒരു ദാനമാണ്, സൗജന്യമായ ഒരു ബലമാണ്. അതുകൊണ്ടാണ് ഈ പ്രത്യാശ എന്ന പുണ്യത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോഴൊക്കെ പറയപ്പെടുന്നത് നാം ദൈവത്തോട് യാചിച്ച് ചോദിക്കേണ്ട ഒരു പുണ്യമാണ് പ്രത്യാശ. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണല്ലോ. പ്രിയമുള്ളവരെ, ഈ ജൂബിലി വർഷത്തിലെ തപസ് കാലത്ത് നാം ദൈവത്തോട് ചോദിക്കേണ്ടത്, ദൈവമേ, ഞങ്ങൾക്ക് പ്രത്യാശ എന്ന പുണ്യം, പ്രത്യാശ എന്ന ഈ ബലം, ഈ കരുത്ത് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നാണ്. ഇത് കുറച്ചുകൂടെ വ്യക്തമാകുന്നത് കാനായിലെ വിവാഹ വിരുന്നിൻ്റെ ഉപമയിൽ നിന്നാണ്. അവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഒന്ന്, കുറവ്. അവിടെ അവർക്കൊരു കുറവ് സംഭവിക്കുന്നു. രണ്ടാമതായിട്ട് സമൃദ്ധി. അവിടെ സമൃദ്ധിയും ഉണ്ടാകുന്നു. വക്കോളം നിറച്ച ആ ഭരണികളിൽ വീഞ്ഞുണ്ടാകുന്നു, അത് മേൽത്തര വീഞ്ഞായി മാറുന്നു. ഈ കുറവ് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ അടയാളമാണ് കുറവ്. അതേസമയം ദൈവത്തിൻ്റെ അടയാളമാണ് സമൃദ്ധി. ബെനഡിക്റ്റ് 16 പാപ്പ ജീസസ് ഓഫ് നാസറത്ത് എന്ന പുസ്തകത്തിൽ മനുഷ്യൻ്റെ കുറവുകളെ ദൈവം നേരിടുന്നത് തൻ്റെ സമൃദ്ധി കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഇവിടെയാണ് പ്രത്യാശയെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ ബലഹീനതകളിൽ, നമ്മുടെ കുറവുകളിൽ നാം ദൈവത്തിൽ ശരണം വയ്ക്കുമ്പോൾ, ദൈവത്തിൽ അഭയം പ്രാപിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് നമുക്ക് സമൃദ്ധി ലഭിക്കുന്നു. ആ സമൃദ്ധിയാണ് ബലം, ആ സമൃദ്ധിയാണ് കരുത്ത്. അതാണ് പ്രത്യാശ. അതിനുവേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. നാം ഇന്നിൻ്റെ സാഹചര്യങ്ങളിൽ നാം ബലം കണ്ടെത്തുന്നത് നമ്മുടെ തന്നെ കഴിവുകളിൽ, നമ്മുടെ തന്നെ സമ്പത്തുകളിൽ, നമ്മുടെ തന്നെ അറിവുകളിലും വിദ്യാഭ്യാസത്തിലുമൊക്കെയാണ്. ഈ ലോകത്തിൻ്റെതായ സുഖ സൗകര്യങ്ങളിലാണ് നാം ഇന്ന് ബലം കണ്ടെത്തുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഇതൊന്നും ശാശ്വതമല്ല. ഇതെല്ലാം താൽക്കാലികമാണ്. എന്നാൽ എന്നും നിലനിൽക്കുന്ന ആ ബലം, ആ കരുത്ത് ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. അതാണ് പ്രത്യാശ. അത് ഈ ലോകത്തിനപ്പുറമുള്ള ജീവിതത്തിനുമുള്ള ഒരു കരുത്താണ്, ഒരു ബലമാണ്. മരണത്തിനപ്പുറമുള്ള ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു കരുത്താണ്, ബലമാണ്. ആ പ്രത്യാശ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. അത് നാം ചോദിച്ച് വാങ്ങേണ്ട, യാചിക്കേണ്ട ഒരു പുണ്യമാണ്. അത് നമുക്ക് ഈ തപസ് കാലത്ത് പ്രത്യേകമായിട്ട് ദൈവത്തോട് യാചിച്ച് വാങ്ങി അങ്ങനെ പ്രത്യാശയിൽ വളർന്നുകൊണ്ട് ഈ തപസ് കാലം നമുക്ക് അർത്ഥമുള്ളതാക്കി തീർക്കാം. സർവശക്തനായ ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.